ബിസ്മില്ലാ വൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. ഇനി വിവാഹ മൂല്യത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. അസ്വദാഖു, സ്വദാഖ് എന്നാൽ മഹർ വിവാഹമൂല്യം. ഹുവ മാ വജബ ബി അഖ്ദിൻ, ഇടപാട് കൊണ്ട് തന്നെ നിർബന്ധമായി തീരുന്ന ഒരു കാര്യമാണ്. ഔ വതീൻ, അല്ലെങ്കിൽ ലൈംഗിക ബന്ധം കൊണ്ട്. ചിലപ്പോൾ ഇടപാട് നടക്കാത്ത ലൈംഗിക ബന്ധം, അതാണ് ശുബ്ഹയുടെ വത്ത് എന്ന് പറയുന്നത്. ഭാര്യയാണ് എന്ന് കരുതി, എവിടെയും മനഃപൂർവ്വമായിട്ടല്ല എന്ന് കരുതി മറ്റൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ടു. ഇങ്ങനെയുള്ള ലൈംഗിക ബന്ധം, അല്ലെങ്കിൽ നിക്കാഹ് നടന്നിട്ടേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ പേരിൽ നിർബന്ധമാകുന്നതിനാണ് സ്വദാഖ് എന്ന് പറയുന്നത്. വയുഖാലു ലഹു മഹറുൻ, മഹർ എന്ന് അതിനെക്കുറിച്ച് പറയപ്പെടാം. വയുസന്നു ദിക്റു സദാഖിൻ ഫി അഖ്ദിൻ, ഇടപാടിൽ മഹറിനെ പറയൽ സുന്നത്താണ്. ഇന്ന മഹറിന് പകരം ഈ സ്വർണ്ണമാല മഹറിന് പകരമായി എന്ന് ഇങ്ങനെ തീർത്തു പറയൽ സുന്നത്താണ്. വ കൗനുഹു മിൻ ഫില്ലത്തിൻ, മഹർ വെള്ളിയാകൽ മറ്റൊരു സുന്നത്താണ്. അപ്പോൾ ഈ സ്വർണം സാധാരണ നമ്മൾ മഹറായിട്ട് ഇപ്പോൾ കൊടുക്കാനുള്ളത് സ്വർണ്ണമാണ്. അപ്പോൾ അതിനേക്കാൾ സുന്നത്ത് വെള്ളിയാകലാണ്. വ അദമു സിയാദത്തിൻ അലാ 500 ദിർഹമിൻ അസ്തിഖത്തി ബനാത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പെൺകുട്ടികൾക്ക് മഹറായി കൊടുത്ത 500 ദിർഹം വെള്ളി, ഇതിനേക്കാൾ അധികമാകാതിരിക്കലും സുന്നത്താണ്. മഹർ കൂടുക എന്നത് അത് ഒരു വലിയ കാര്യമായി ചില ആളുകൾ കരുതാറുണ്ട്. അതേ സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മിൻ ബറക്കത്തിൽ മർ, സ്ത്രീയുടെ ബറക്കത്ത് തന്നെ മഹർ അധികമാകാതിരിക്കലാണ്. വഅദമു നുഖ്സാനിൻ അൻ 10 ദറാഹിമ, കൂടിയാൽ 500ൻ്റെ അപ്പുറത്തേക്ക് പോകരുത് എന്ന് പറയുമ്പോൾ കുറഞ്ഞാൽ 10നേക്കാൾ കുറയരുത്. വ തസ്ലീമു ബാലിഹി ഖബല ദുഹൂലി, ഭാര്യ ഭർത്തൃ ബന്ധം നടക്കുന്നതിന് മുമ്പ് മഹറിൻ്റെ അല്പമെങ്കിലും ഭാര്യയ്ക്ക് കൊടുക്കണം. അതും സുന്നത്താണ്. അത് അവധി നിശ്ചയിച്ചാൽ അവധിക്ക് കൊടുത്താൽ മതി. അതേ സമയത്ത് ബന്ധം നടക്കുന്നതിന് മുമ്പ് ഒരല്പമെങ്കിലും മഹറിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ഭാര്യയിലേക്ക് കൊടുക്കുക എന്നത് അതൊരു പ്രത്യേക സുന്നത്താണ്. വ കുരിഹ ഇഖ്ലാഉൽ അഖ്ദി അൻ ദിക്രി, ഇടപാടിൽ മഹർ പറയാതിരിക്കൽ ഖറാത്താണ്. പറഞ്ഞിട്ടില്ലെങ്കിൽ നിക്കാഹ് സാധുവാകും, മഹർ നിർബന്ധമാകുന്നു വേറൊരു കാര്യം. അതേ സമയത്ത് നിക്കാഹിൻ്റെ ഇടപാടിൽ മഹർ തീരെ പറയാതിരിക്കുക എന്നുള്ളത് ഖറാത്താണ്. വഖദ് യജിബു ലി ആരിൻ, ചില കാരണങ്ങൾക്ക് വേണ്ടി പറയൽ നിർബന്ധമായി തന്നെ വരും. പറയൽ നിർബന്ധമില്ല, അതേ സമയത്ത് മറ്റു ചില കാരണങ്ങൾക്ക് വേണ്ടി പറയൽ നിർബന്ധമായി വരും. ഇതുപോലെ കാനത്തിൽ മർഅത്തു ഗൈറ ജായിസത്തി തസറുഫി, ക്രയവിക്രയം അനുവദിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള ഒരു പെണ്ണാണ്. ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഇടമില്ലാത്തൊരു പെണ്ണാണ്. അപ്പം നിക്കാഹിൽ തന്നെ ഈ മഹർ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പെണ്ണ് ചതിയിൽപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മഹർ ഇത്തരം ഘട്ടത്തിൽ പറയൽ നിർബന്ധമാണ്. ഇത് നിക്കാഹുമായി ബന്ധപ്പെട്ട വിഷയം എന്ന നിലക്ക് അല്ല മഹർ പറയേണ്ടി വരുന്നത്. ഈ പെണ്ണ് അത്രയൊന്നും തൻ്റെ ഇടമില്ലാത്തൊരു പെണ്ണാണ് എന്ന നിലയിൽ അവൾ വഞ്ചിക്കപ്പെടരുത് എന്ന കാരണത്താൽ ഇവിടെ മഹർ പറയൽ നിർബന്ധമായി വരികയാണ്. ഉമാ സഹ കൗനുഹു സമനൻ, വിലയാകാൻ പറ്റുന്നതെല്ലാം സഹ കൗനുഹു സദാഖൻ, മഹർ ആകാനും പറ്റും. ഒരു സാധനത്തിൻ്റെ വിലയാകാൻ
എന്തെല്ലാം വസ്തുക്കൾ പറ്റുമോ അതെല്ലാം മഹറാകാനും പറ്റും. വൈൻ കല്ല, അത് വളരെ കുറഞ്ഞതാണെങ്കിൽ ശരി, ഒരു തസ്ബീഹ് മാല അത് മഹറായി കൊടുക്കാൻ പറ്റും. അതുപോലെ എത്ര ചെറിയതാണെങ്കിലും പറ്റുന്നതാണ്. ഫൈൻ അഖദ ബിമാ ലാ യുതമവ്വലു, വിലയാകാൻ പറ്റാത്ത ഒരു സാധനത്തെ മഹറാക്കി നിശ്ചയിച്ചിട്ടാണ് അഖദ് ഇടപാട് നടന്നത് എങ്കിൽ, കനവാത്തിൻ, ഒരു കാരക്കക്കുരു പോലെ, അതുപോലെയുള്ള എന്തെങ്കിലും ഒരു ധാന്യം, അതുപോലത്തെ ഏതെങ്കിലും ചെറിയ ഒരു സാധനം എങ്കിൽ ഫസദത്ത് തസ്മിയത്തു, പറഞ്ഞത് ഫാസിദാണ്. ഈ ഒരു മണി അരിക്ക് പകരം ഞാൻ നിനക്ക് എൻ്റെ മകളെ നിക്കാഹ് ചെയ്ത് തന്നു എന്നാണ് പറയുന്നതെങ്കിൽ നിക്കാഹ് സാധുവാണ്. പക്ഷേ മഹർ പറഞ്ഞത് അത് സാധുവായിട്ടില്ല. വജബ ബഹറുൽ മിസ്ലി, ഇതുപോലെയുള്ള പെൺകുട്ടികൾക്ക് എത്രയാണോ മഹർ കിട്ടാൻ സാധ്യതയുള്ളത് അത്രയും മഹർ, അതിനാണ് മഹർ മിസ്ലി എന്ന് പറയുന്നത്, അത്രയും മഹർ ഇവൾക്ക് കിട്ടാനുള്ളതായി മാറും. പറഞ്ഞത് ബാത്തിലാണ്, അതേ സമയത്ത് ഇവൾ മഹറിന് അവകാശിയായി മാറുന്നതാണ്. വലഹ അബ്സു നഫ്സിഹ, മഹർ നിശ്ചയിച്ച മഹർ കിട്ടുന്നില്ലെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരത്തെ അവൾക്ക് തടഞ്ഞു വെക്കാവുന്നതാണ്. ലി ഖബുലി ദി തഖ്ബില സദാഖൻ, മഹർ അവൾക്ക് കിട്ടാൻ വേണ്ടി. മലക്കത്തുഹു ബിൻ നിക്കാഹ്, നിക്കാഹ് എന്ന ഇടപാട് നടന്നപ്പോൾ തന്നെ മഹറിന് അവൾ അവകാശിയായി, ഉടമയായി. ആ മഹർ കിട്ടാൻ വേണ്ടി ലൈംഗിക ബന്ധത്തിന് പുരുഷൻ ആവശ്യപ്പെടുമ്പോൾ പെണ്ണിന് അവളുടെ ശരീരത്തെ തടഞ്ഞു വെക്കാവുന്നതാണ്. ഇൻകാന ഗൈറ മുഅജ്ജലിൻ, അവധി നിശ്ചയിക്കാത്ത മഹറാണെങ്കിലും, മഹറെന്നേ പറഞ്ഞുള്ളൂ, ഇത്ര പ്രത്യേകമായി എന്നൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും ശരി. ഫൈൻ അബസത്ത് നഫ്സഹ, അങ്ങനെ അവധി നിശ്ചയിക്കാത്തതാണെങ്കിലാണ് തടയാന്ന് പറഞ്ഞത്. ഫൈൻ അബസത്ത് നഫ്സഹ, ഇവൾ അവളുടെ ശരീരത്തെ തടഞ്ഞു വെച്ചു എങ്കിൽ ഇസ്തഹക്കത്ത് അന്നഫക്കത്ത, ഇങ്ങനെ തടഞ്ഞു വെക്കുമ്പോൾ സാധാരണയിൽ ഒരു പെണ്ണ് ഭർത്താവ് ആവശ്യപ്പെടുമ്പോൾ അവൾ അവളുടെ ശരീരത്തെ തടഞ്ഞു വെച്ചാൽ ഭർത്താവിൽ നിന്ന് ചെലവിന് അവൾക്ക് കിട്ടുകയില്ല. ഭർത്താവ് അവൾക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമില്ല. പക്ഷേ ഇത്തരം ഒരവസ്ഥയിൽ മഹർ തരാത്തതിൻ്റെ പേരിലാണ് അവൾ വിസമ്മതിക്കുന്നത്. ആ കാരണത്താൽ അവളുടെ ചെലവ് തടയാൻ ഭർത്താവിന് അവകാശമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഫൈൻ ഹബസത്ത് നഫ്സഹ, അവൾ വിസമ്മതിച്ചാൽ ഇസ്തഹക്കത്തിൻ നഫഖത്ത, ചെലവിന് അവൾ അവകാശിയാണ്. കാരണം എന്നെ തക്സീറമിനു, വീഴ്ച ഈ പെണ്ണിലല്ല ഇവനിലാണുള്ളത്, ഇവൻ മഹർ കൊടുക്കാത്തത് കൊണ്ടാണല്ലോ. വയസ്കുത്തു ഹക്കുൽ ലബ്സി ബിവത്ഇഹി, തടഞ്ഞു വെക്കാനുള്ള അവകാശം അവൾക്കില്ലാതെയാകും. ബിവത്ഇഹി ഇയ്യാഹ, അവൻ ഇവളെ ലൈംഗികമായി ബന്ധപ്പെടൽ കൊണ്ട്. താഇയത്തൻ, ഇവിടെ സമ്മതപ്രകാരം, കാമിലത്തൻ പൂർണ്ണമായ സമ്മതപ്രകാരം, ബലാത്കാരമായിട്ടല്ല. മഹർ വാങ്ങുന്നതിൻ്റെ മുമ്പ് ലൈംഗികമായ ബന്ധത്തിന് ആവശ്യപ്പെട്ടപ്പോൾ പൂർണ്ണ സമ്മതത്തോടെ അവൾ വിധേയപ്പെട്ടു. ഇത്തരം ഒരു ഘട്ടത്തിൽ പിന്നെ ഇനി മഹർ തരാതെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാനുള്ള അധികാരം അതോടുകൂടി പെണ്ണിനില്ലാതെയായി. അമ്മാലൗഖാനമോ അജ്ജലൻ, നേരത്തെ തന്നെ അവധി നിശ്ചയിച്ച മഹറാണെങ്കിൽ ഫലാഹബുസലഹ, അത്തരം ഒരു ഘട്ടത്തിൽ തന്നെ തടഞ്ഞു വെക്കാൻ അവൾക്ക് അധികാരം ഇല്ല. വൈൻ ഹല്ല ഖബല തസ്ലീമിഹ നഫ്സഹാലഹു, അവളുടെ നഫ്സിനെ, അവളുടെ ശരീരത്തെ ഭർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ മുമ്പ് അവധി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇവൾക്ക് തടയാനുള്ള അധികാരമില്ല. കാരണം ആദ്യം തന്നെ മഹറിൽ അവധി നിശ്ചയിച്ചപ്പോൾ അവൾ എന്ത് ചെയ്തു? മഹർ കൈപ്പറ്റാതെ തന്നെ ഭർത്താവിന് വിധേയപ്പെടാൻ, അല്ലെങ്കിൽ ഭർത്താവിന് ലൈംഗികമായി ബന്ധം സമ്മതിച്ചവളായി. അതുകൊണ്ട് തന്നെ അവധി നിശ്ചയിച്ചൊരു പെണ്ണിന് അവധി ഇറങ്ങുന്നില്ലെങ്കിൽ പോലും അവളെ സംബന്ധിച്ചിടത്തോളം തടസ്സം പറയാൻ പറ്റില്ല. വൈദാ അഖദത്തുഹു, ഈ പെണ്ണ്
മഹർ വാങ്ങിയാൽ യജ്ബു അലൈഹ തംകീനു, ഭർത്താവിന് വിധേയപ്പെടൽ അവളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. വലാക്കിൻ തുംഹലു, അതേ സമയത്ത് കുറച്ച് സമയം ആവശ്യപ്പെടാം വുജൂബൻ നിർബന്ധമായിട്ടും. മഹർ വാങ്ങിയ ഉടനെ തന്നെ ബന്ധത്തിന് ഭർത്താവ് ആവശ്യപ്പെടുകയാണെങ്കിൽ അവൾ സമ്മതിക്കണം. അങ്ങനെ സമ്മതിക്കണമെന്ന് പറഞ്ഞാൽ പോലും ഈ പെണ്ണിന് കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞാൽ നിർബന്ധമായും അത് വകവെച്ച് കൊടുക്കണം. എന്തിനാണത്? ലഹവി തനലുഫിൻ, വൃത്തിയാകാൻ വേണ്ടി. സമനം യറാഹു കാലിൻ, കാളി ആവശ്യപ്പെടുന്ന ഒരു സമയം, ഇപ്പം തന്നെ എനിക്ക് എൻ്റെ ഭാര്യയെ വിട്ടുകിട്ടണം എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ കാളി ഇടപെടുകയും കാളി ഒരു സമയം നിശ്ചയിക്കുകയും ചെയ്യാം. അതിനുശേഷം ഭാര്യയെ ഭർത്താവിലേക്ക് വിട്ടുകൊടുത്താൽ മതി. അത് മിൻ സലാസത്തി അയ്യാമിൻ ഫാക്കല്ല, 3 ദിവസമോ അതിൽ കുറഞ്ഞതോ ആയ ദിവസം ഭർത്താവിന് വേണ്ടി വൃത്തിയാകാൻ ഭാര്യയ്ക്ക് സമയം കൊടുക്കണം. ലാലിംഗിത്തായ ഹൈസും വനിഫാസിൻ, ഞാനിപ്പോൾ ആർത്തവമുള്ളവളാണ് അല്ലെങ്കിൽ നിഫാസുള്ളവളാണ്, അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകൂ എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കുന്നതല്ല. കാരണം എന്താണ്? ലിംഖാന തമത്തു ബിഹാഫിൽ ജുംലത്തി മാ തൂലി സമനിഹിമ, ലൈംഗികമായ ബന്ധം ഈ നിഫാസും ഹൈലും ഉള്ള സമയത്ത് പാടില്ല എന്നതല്ലാതെ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള സ്നേഹപരമായ പെരുമാറ്റവും കൂടിയിരിക്കലും വർത്തമാനം പറയലും ഇതൊന്നും ആ സമയത്ത് പറ്റാത്തതല്ല. അതുകൊണ്ട് തന്നെ ഹൈല് കഴിയട്ടെ നിഫാസ് കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല. വയത്തക്കറു കുല്ലു സദാക്കി, മഹർ നിശ്ചയിച്ചാൽ ആ മഹറിൻ്റെ പൂർണ്ണമായ അളവ് മഹർ ഉറക്കും. ബി മൗത്തിൻ ലി അഹദിമ, ഭാര്യയോ ഭർത്താവോ രണ്ടാളൊരാൾ മരിക്കൽ കൊണ്ട്. ഭാര്യ മരിച്ചാൽ ഭാര്യയുടെ അനന്തരാവകാശികൾക്ക് ആ മഹർ കിട്ടേണ്ടതുണ്ട്. ഭർത്താവാണ് മരിക്കുന്നതെങ്കിൽ ഭർത്താവിൻ്റെ അനന്തര സ്വത്തിൽ നിന്ന് ഭാര്യയ്ക്ക് അത് കിട്ടേണ്ടതുണ്ട്. ഔവത്തീൻ, അല്ലെങ്കിൽ ലൈംഗിക ബന്ധം നടക്കുന്നത് കൊണ്ട്. മരണം അല്ലെങ്കിൽ ലൈംഗിക ബന്ധം, ഇതുകൊണ്ടൊക്കെ മഹർ പൂർണ്ണമായും കൊടുക്കണം. വയത്തസത്തറു ബി തലാഖിൻ, അതേസമയത്ത് ത്വലാഖ് ചൊല്ലിയിട്ടാണ് ബന്ധം പിരിയുന്നത് എങ്കിൽ മഹറിൻ്റെ പകുതിയാണ് കിട്ടേണ്ടത്. എപ്പോൾ? കബലൽ വത്തി, ലൈംഗിക ബന്ധം നടക്കുന്നതിൻ്റെ മുമ്പ്. നിക്കാഹ് കഴിഞ്ഞു, കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല, അപ്പോൾ തന്നെ പെണ്ണ് പറഞ്ഞു എനിക്കവനെ വേണ്ട, അല്ലെങ്കിൽ അവൻ പറഞ്ഞു പെണ്ണിനെനിക്ക് വേണ്ട. അങ്ങനെ കാര്യം തീർക്കാൻ തീരുമാനിച്ചു. അങ്ങനത്തെ കാര്യം തീർക്കുമ്പോൾ മഹറിൻ്റെ നേർപകുതി ഭാര്യയ്ക്കുള്ളതും പകുതി ഭർത്താവിന് തിരിച്ചു കൊടുക്കേണ്ടതുമാണ്, ലൈംഗികമായ ബന്ധം നടന്നിട്ടില്ലെങ്കിൽ. അതേസമയത്ത് ലൈംഗികമായ ബന്ധം നടന്നാലോ മഹർ പൂർണ്ണമായും പെണ്ണിനുള്ളതാണ്. വലു ഹുൽ അൻ, അവിടെ ഹുൽ അതുപോലെയുള്ള ഹുൽ എന്ന് പറഞ്ഞാൽ ഭാര്യ ഒഴിവാക്കി കൊടുക്കുകയാണ് ഭർത്താവിനെ. ഇത്തരമൊരു ഘട്ടത്തിൽ ഔ ബിഖ്തിയാരി, അല്ലെങ്കിൽ അവിടെ ഇഷ്ടപ്രകാരമാണ്, അവളുടെ താല്പര്യം എടുത്തിട്ടാണ് പറയുന്നത് എനിക്ക് കല്യാണം വേണ്ട, അല്ലെങ്കിൽ ഇവനെനിക്ക് വേണ്ട, അല്ലെങ്കിൽ അവൾ ഹുൽ ചെയ്ത് അവനെ ഒഴിവാക്കുകയാണ്. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ വത്തതിൻ്റെ മുമ്പാണെങ്കിൽ നിക്കാഹ് മഹറിൻ്റെ പകുതി അവൾക്കുള്ളതാണ്, പകുതി അവനുള്ളതാണ്. ഖാൻ ഫവ്വല തലാഖ ഇലേഹ, ഇവൻ എന്തു ചെയ്തു? തലാഖിനെ അവളിലേക്ക് ഏൽപ്പിച്ചു. അവളുടെ ഇഷ്ടപ്രകാരം എന്ന് പറഞ്ഞ രൂപം, അതിൻ്റെ രൂപമാണ് പറയുന്നത്. നിന്നെ തലാഖ് ചെല്ലാൻ ഞാൻ നിന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഫാലത്ത് അവൾ തലാഖ് ചെല്ലുകയും ചെയ്തു. അത്തരം ഘട്ടങ്ങളിൽ പകുതി വേണം വത്തതിൻ്റെ മുമ്പ്. വത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും പെണ്ണിന് കിട്ടും. ഔ അല്ലക്ക തലാഖഹ, അല്ലെങ്കിൽ അവൻ അവളുടെ തലാഖിനെ ബന്ധിപ്പിച്ചു. ബി ദുഹൂലിഹാ ദാറ, ഈ വീട്ടിൽ നീ പ്രവേശിച്ചാൽ നിൻ്റെ തലാഖ് സംഭവിച്ചു എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ അവൾക്ക് നീ തലാഖിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ വീട്ടിലേക്ക് അവളങ്ങ് പ്രവേശിച്ചാൽ മതി. അപ്പോൾ അവളങ്ങോട്ട് പ്രവേശിച്ചു, അപ്പോൾ തലാഖിനെ അവൾ തിരഞ്ഞെടുത്തു, തലാഖായി. അവിടെ വത്ത് നടന്നിട്ടുണ്ടെങ്കിൽ
പൂർണ്ണമായും മഹർ അവൾക്കാണ്. വത്ത് നടന്നിട്ടില്ലെങ്കിൽ പകുതി മഹർ അവൾക്ക്, പകുതി അവന്. വയതശത്തറു ഐലൻ, മഹർ പകുതിയാകും എപ്പോൾ? ബി ഇംഫിസാഖി ലിക്കാഹിൻ ബിരിദ്ദത്തിഹി വധു, അവൻ മാത്രം മുർത്തദ്ദായിട്ട് നിക്കാഹ് ഫസ്സാകുകയാണ്, ദുർബലപ്പെടുകയാണ്. ഇവിടെ ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് മുസ്ലിമായ അവർ രണ്ടാളും ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവൻ അങ്ങോട്ട് മുർത്തദ്ദായി. അങ്ങനെ മുർത്തദ്ദായിട്ട് അതോടുകൂടി ഫസ്ഖ് അവിടെ നടക്കുകയാണ്, നിക്കാഹ് ദുർബലപ്പെട്ടു പോവുകയാണ്. ഇത്തരം ഒരു ഘട്ടത്തിൽ പകുതി മഹർ അവന് തിരിച്ചു കൊടുക്കണം, വത്ത് നടന്നിട്ടില്ലെങ്കിൽ. വയസ്കുത്ത് കുല്ലുഹു, മഹർ മുഴുവനും ഇല്ലാതെയാകും. ബി ഫിറാഖിൻ, ഒരു വേർപാട് കൊണ്ട്. വഖഅ മിൻഹ ഖബല വത്തിൻ, അവൾ മുൻകൈയെടുത്തിട്ടാണ് ഈ വേർപാട് നടക്കുന്നത്. ഇതുപോലെ കഫസ് ഖബല വത്തിൻ, ലൈംഗിക ബന്ധം നടക്കുന്നതിന് മുമ്പ്, നിക്കാഹ് നടന്നിട്ടേ ഉള്ളൂ, ലൈംഗിക ബന്ധം നടന്നിട്ടില്ല. ഇത്തരം ഒരവസ്ഥയിൽ അവനിൽ എന്തോ ന്യൂനത അവൾക്ക് ബോധ്യപ്പെട്ടു. എന്നിട്ട് അവൾ അവനെ അങ്ങോട്ട് ഫസ്ഖ് ചെയ്യാണ്. അങ്ങനെ ഫസ്ഖ് ചെയ്യുമ്പോൾ മഹർ പൂർണ്ണമായും സാക്കിത്താവും, ഒഴിവായിപ്പോവും. ഔ ബിസാരി, അല്ലെങ്കിൽ അവൻ സാമ്പത്തികമായി വളരെ പ്രയാസമുള്ള ആളാണ്, ഇവളുടെ ചെലവ് കൊടുക്കാൻ കഴിയാത്ത ആളാണ്. ആ ഒരു ഘട്ടം വെച്ചിട്ട്, ആ ഒരു അവസ്ഥ വെച്ചിട്ട് ഇവൾക്ക് എന്ത് ചെയ്യാം? നിക്കാഹ് ദുർബലപ്പെടുത്താം. അങ്ങനെ ദുർബലപ്പെടുത്തുകയാണെങ്കിൽ ആ മഹർ പൂർണ്ണമായും ഒഴിവാകും. വക്കരിദ്ദത്തിഹ, അതുപോലെ അവൾ മുർത്തദ്ദായിട്ടാണെങ്കിൽ അബി ഫിറാഖിൻ, അതുപോലെ വേർപാട് കൊണ്ട്. വഖഅ മിൻഹു, അവനിൽ നിന്നാണ് ഈ വേർപാടുണ്ടാകുന്നത്. ബിസബബിയ, കാരണം അവളുടേതാണ്. അവളുടെ കാരണപ്രകാരം അവൻ അവളെ വേർപ്പെടുത്തുകയാണ്. കഫസ്ഹിബിയ, അവളിൽ എന്തോ വിവാഹത്തിൻ്റെ സുഖകരമായ മുന്നോട്ട് പോകലിന് തടസ്സമാകുന്ന ന്യൂനത അവളിൽ ബോധ്യപ്പെട്ടപ്പോൾ അവൻ അവളെ ഫസ്ഖ് ചെയ്തു. ഇത്തരം ഘട്ടങ്ങളെല്ലാം മഹർ പൂർണ്ണമായും ഒഴിവായി പോകുന്നതാണ്. ഇനി മഹറുൽ മിസ്ല്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ മഹറുൽ മിസ്ല് എന്ന് പറഞ്ഞാൽ എന്താ? വലു അങ്കഹൽ വലിയു, ഒരു രക്ഷിതാവ് നിക്കാഹ് ചെയ്തു സഗീറത്തൻ, തൻ്റെ ചെറിയ കുട്ടിയെ, ഔ മജ്നൂനത്തൻ, അല്ലെങ്കിൽ ഭ്രാന്തിയായ ഒരു പെണ്ണിനെ, ഔ റഷീദത്തൻ, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കാൻ മതിയായ ഒരു പെൺകുട്ടി, ബിലാ ഇദ്നിൻ മിൻഹ, അവളുടെ സമ്മതപ്രകാരമില്ലാതെ, അവളെ സമ്മതമൊന്നുമില്ലാതെ ചെറിയ കുട്ടിയെ, അല്ലെങ്കിൽ ഭ്രാന്തിയായ പെൺകുട്ടിയെ, അല്ലെങ്കിൽ കാര്യവും നോക്കാൻ മതിയായൊരു പെൺകുട്ടിയെ അവളുടെ സമ്മതപ്രകാരം ഇല്ലാതെ ഒരു വലിയ നിക്കാഹ് ചെയ്തു. ബി ദൂരി മഹർ മിസ്ലിൻ, അതാണ് വിഷയം. മഹർ മിസ്ലിൻ്റെ അത്ര ഇല്ലാത്ത ഒരു തുകക്കാണ് കല്യാണം കഴിച്ചത്. ഔ അയ്യനത്ത് ലഹു ഖദറൻ, അല്ലെങ്കിൽ ഈ വലിയനോട് അവൾ പറഞ്ഞിട്ടുണ്ട്, ഇത്ര പവന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇത്ര സാധനങ്ങൾക്ക് വേണ്ടിയാണ് എന്നെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ പോകുന്നത്, ഇത്ര മഹർ എനിക്ക് കിട്ടണം എന്നൊരു പെണ്ണ് കൃത്യമായി കണക്ക് പറഞ്ഞു. ഫനഖസ അൻഹു, കല്യാണം കഴിച്ചപ്പോൾ അത്ര ഇല്ല, കുറഞ്ഞുപോയി. ഔ അത്ലഖത്തിൽ ഇതിന, അല്ലെങ്കിൽ നിരുപാധികം അവൾ സമ്മതം കൊടുത്തു. വലം തതഅറദലി മഹരിൻ, മഹറുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്കും അവൾ ഒന്നും പറഞ്ഞിട്ടില്ല. മഹറിൻ്റെ വിഷയം ഒന്നും അവൾ പറഞ്ഞില്ല, സമ്മതം കൊടുത്തു. ഈ മഹറിൻ്റെ പകരം സമ്മതം കൊടുത്തു എന്നല്ല പറഞ്ഞത്. എന്നെ നിക്കാഹ് ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ സമ്മതം കൊടുത്തു എന്ന് ഒരു വലിയനോട് പെണ്ണ് പറഞ്ഞു. ആ പെണ്ണ് മഹറിൻ്റെ വിഷയമൊന്നും പറഞ്ഞിട്ടുമില്ല. അതേസമയത്ത് കല്യാണം കഴിച്ച് പോകുമ്പോൾ നക്കസ അൻ മഹരി മിസ്ലിൻ, മഹർ മിസ്ലി ഇല്ല. ഇത്തരം ഒരു ഘട്ടത്തിൽ സഹൻ നിക്കാഹു, ആ നിക്കാഹ് സാധുവാകുന്നത് ബി മഹരി മിസ്ലിൻ, മഹർ മിസ്ലായി, മഹർ മിസ്ലാണ് അവിടെ അവൾക്ക് കിട്ടാനുണ്ടാവുക. എത്ര സംഖ്യ നേരത്തെ പറഞ്ഞുറപ്പിച്ചാലും ഇവൾക്ക് നിക്കാഹ് സാധുവാവുകയും മഹറു മിസ്ലിന് അവകാശിയായി മാറുകയും ചെയ്യും. കാരണം നിക്കാഹിലൂടെ അവൾക്ക് കിട്ടാനുള്ള ഒരു അവകാശമാണത്. അത് അവൾ സമ്മതിച്ച് ഇത്ര മതി എന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. അങ്ങനെ സമ്മതിക്കാത്തൊരവസ്ഥയിൽ അവൾക്ക് മഹർ മിസ്ൽ തന്നെ കിട്ടണം. വലൈസലി വലിയൻ, വലിയനെ സംബന്ധിച്ചിടത്തോളം പാടില്ല അഫുൻ അൻ മഹറി ലി മൗലിയത്തി, തൻ്റെ കീഴിൽ വരുന്ന പെണ്ണിൻ്റെ മഹർ കുറച്ചിട്ട് അത്ര മതി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യത്തെ അല്ലെങ്കിൽ അവൾക്ക് കിട്ടാനുള്ള അവകാശത്തെ കുറക്കുന്ന പരിപാടി ഈ വലിയന് പാടില്ല.
കസായിരി ദുയൂനിഹ, അവളുടെ മറ്റ് കടങ്ങളെപ്പോലെ തന്നെ. വയസിഹു തബറു ബിൽ മഹരി, മഹർ വേണ്ട എന്ന് വെക്കാം. മിൻ മുക്കല്ലഫത്തിൻ, പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെ ഉള്ള ഒരു പെണ്ണ് മഹർ നിശ്ചയിച്ചിട്ട് എനിക്ക് ആ മഹർ വേണ്ട, ഞാൻ പൊരുത്തപ്പെട്ടു തന്നു, അങ്ങനെ ഒഴിവാക്കി കൊടുക്കാം. വല്ല യഹ്സുൽ കബൂലുൻ, കബൂല് അവൻ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥ ഇല്ലെങ്കിലും മഹറിനെ ഒഴിവാക്കി കൊടുക്കാവുന്ന ഒരവസ്ഥ പറ്റുന്നതാണ്. ഈ മഹറു മിസ്ലി എന്ന് പറഞ്ഞാൽ എന്താ? വഹുവ മാ യുർഗബു ബിഹി ആദത്തൻ ഫി മിസ്ലിഹ, ഇവളെപ്പോലെയുള്ള സ്ത്രീകളിൽ സാധാരണ പരിഗണിക്കപ്പെടുന്ന ഒരു മഹറുണ്ട്, അതിനാണ് മഹ്റു മിസ്ലി എന്ന് പറയുക. ഇവളെപ്പോലെയുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നസബൻ വസിഫത്തൻ, ഇവളുടെ അതേ തറവാട്ടുകാരിയായ, ഇവളെപ്പോലെയുള്ള തറവാട്ടുകാരിയായ ഒരു പെണ്ണ്, അല്ലെങ്കിൽ ഇവളെപ്പോലെ വിശേഷണങ്ങളുള്ള ഒരു പെണ്ണ്, പഠിച്ച, യോഗ്യതയുള്ള, സൗന്ദര്യമുള്ള, അങ്ങനെയുള്ള ഒരു പെണ്ണിന് സാധാരണയിൽ എത്രയാണോ കിട്ടാറുള്ളത് അതിനാണ് മഹ്റു മിസ്ലി എന്ന് പറയുക. മിന്നിസ്വായി അസ്വബാത്യയുടെ കുടുംബക്കാരിൽപ്പെട്ട മറ്റു സ്ത്രീകളുണ്ടാകല്ലോ. ഫൈൻ ജുഹില മഹ്റുഹുന്ന, അവർക്കെത്ര കിട്ടും, അവരുടെ മഹർ എത്ര എന്നൊന്നും അറിയുന്നില്ലെങ്കിൽ ഫയുത്തബറു മഹറു ദവാത്തിൽ അർഹാം, ഇവിടെ ബന്ധുക്കളായ അസാബാക്കാർ എന്ന് പറഞ്ഞാൽ പിന്നെ അനന്തരമെടുക്കുന്ന ബന്ധുക്കൾ. ദവാത്തുൽ അർഹാം എന്ന് പറഞ്ഞാൽ ഉമ്മ വൈക്കൊക്കെ ഉണ്ടാകുന്ന സ്ത്രീകൾ, ആ ബന്ധത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് എത്രയാണ് മഹർ കിട്ടാറുള്ളത് അത് നോക്കിയിട്ടാണ് പരിഗണിക്കേണ്ടത്. ഫൈൻ ജുഹില മഹറുന, അവരുടെ മഹറു അറിയില്ല എങ്കിൽ ഫയുത്തബറു മഹ്റു മിസ്ലിഹാ മിനൽ അജ്നബിയാത്തി. ആദ്യം നമ്മൾ പറഞ്ഞത് മഹ്റു മിസ്ൽ പരിഗണിക്കുമ്പോൾ ഇവരുടെ കുടുംബക്കാരിൽപ്പെട്ട അനന്തരാവകാശികളായ കുടുംബക്കാർ, ആ കുടുംബക്കാരിൽപ്പെട്ട സ്ത്രീകൾക്ക് എത്ര മഹർ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഉമ്മ വൈക്കുള്ള കുടുംബക്കാരിൽപ്പെട്ട സ്ത്രീകൾക്ക് എത്ര മഹർ കിട്ടുന്നു, അതൊന്നുമില്ലെങ്കിൽ ഇവളെ പോലെയുള്ള ഒരു സ്ത്രീ, അന്യ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ, ആ കുട്ടിക്ക് എത്ര മഹർ കിട്ടുന്നുണ്ട്, സാധാരണ കിട്ടും, അതാണ് മഹ്റു മിസ്ൽ. ഈ മഹ്റു മിസ്ൽ പറയപ്പെടാത്ത നിക്കാഹിലും അല്ലെങ്കിൽ ഇവൾക്ക് കിട്ടേണ്ട ആനുകൂല്യം കുറച്ചിട്ട് വലിയ നടത്തിയ നിക്കാഹിലുമൊക്കെ നിശ്ചയിക്കപ്പെട്ടത് ഒഴിവാവുകയും മഹ്റു മിസ്ൽ സ്ഥിരപ്പെടുകയും ചെയ്യും. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം അൽ മുത്അത്തു. മുത്അത്ത് പണ്ട് കാലങ്ങളിൽ വിവാദമായ ഒരു പരാമർശമാണത്. എന്താണ് മുത്അത്ത് എന്ന് പറഞ്ഞാൽ? ഹിയ ലുഗത്തൻ, ഭാഷാർത്ഥത്തിൽ മുത്അത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൽ തമത്തുയ്, സുഖം എടുക്കുക എന്നതിന് പറയുന്നൊരു പേരാണ്. പക്ഷെ ഇവിടെ ശറഇൽ മുത്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മാലുൻ, ഒരു സമ്പത്താണ്. യജിബു ദുഫു, അതിനെ കൊടുക്കൽ നിർബന്ധമാണ്. ലിമം ഫാറഖഹ, വിട്ടുപിരിഞ്ഞ പെണ്ണിന്. ബി ശുറൂത്തിൻ, ചില കണ്ടീഷനുകൾ പ്രകാരം. ഭാര്യയും ഭർത്താവും വേർപ്പെടുമ്പോൾ ആ ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുക്കുന്ന ഒരു സമ്പത്ത്, അത് ചില കണ്ടീഷനുകൾ പ്രകാരം. വ തജിബു അല സൗജി, ഭർത്താവിന് നിർബന്ധമാണ്. ലി സൗജത്തിൻ മൗതൂഅത്തിൻ, ലൈംഗികമായ ബന്ധപ്പെട്ട ഒരു പെണ്ണ്, ആ പെണ്ണിന് കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമാണ്. ബി ഫിറാക്കിൻ, വേർപാട് കൊണ്ട്. ബി ഗൈരി സബബിഹ, അവളുടെ കാരണമല്ലാത്ത കാരണം കൊണ്ടാണ് വേർപാട് നടക്കുന്നത്. അത്തരം ഒരു ഘട്ടത്തിൽ ഭർത്താവ് എന്ത് ചെയ്യണം? ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. ഖതലാഖിഹി, ഇവൻ അവളെ തലാഖ് ചെല്ലുകയാണ്. വലി ആനിഹി, ശാപപ്രാർത്ഥന നടത്തിയിട്ടുള്ള ഒഴിവാക്കലാണ്. ഒബി ഗൈരി മൗത്തി ഹദിമ, ഒരാൾ മരിച്ചിട്ട് അല്ലാത്തയുള്ള വേർപാടാണ്. ഇത്തരം ഘട്ടങ്ങളിൽ കൊടുക്കണം. ആ കൊടുക്കുന്നതിനാണ് മുത്അത്ത് എന്ന് പറയുന്നത്. വഹിയ, ആ മുത്അത്ത് മാ യത്തറാള സൗജാനി അലൈഹി, ഭാര്യയും ഭർത്താവും രണ്ടാളും തൃപ്തിപ്പെടുന്ന ഇത്രയും ഒരു കണക്കാണ്. അവർ രണ്ടാളും തൃപ്തിപ്പെടുന്ന എത്ര പൈസ ഒന്ന്, അങ്ങനെ തൃപ്തിപ്പെടുന്ന ഒരു സംഖ്യയാണ്. വയുസന്നു അല്ല യങ്കുസ അൻ തലാസിന ദിർഹം, 30 ദിർഹമിനേക്കാൾ കുറയാതിരിക്കൽ സുന്നത്താണ്. ഫൈൻ തനാസഹ, ഇത്ര വേണമെന്ന് അവൾ പറയുന്നു, അവൻ ഇത്ര വേണമെന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ കോടതിയിലൊക്കെ അങ്ങനെ തർക്കം നടക്കാറുണ്ട്. ഖദ്ദറഹൽ ഖാളി അവിടെ ഒരു കണക്ക് പറയണം. ബി ഖദരി ആലിമ, രണ്ടാളുടെയും അവസ്ഥ പരിഗണിച്ചിട്ട്, മീ യസാരിഹി വൈസാരിഹി, അവൻ്റെ സാമ്പത്തികമായ അഭിവൃദ്ധിയും ഞെരുക്കവും എല്ലാം പരിഗണിച്ചിട്ട് ഖാളി ഒരു കണക്ക് പറയുക, ആ കണക്ക് അങ്ങോട്ട് കൊടുക്കുക. വനസബിഹ വസിഫത്തിഹ,
അവിടെ വിശേഷണങ്ങളും അവരുടെ തറവാടും അതും പരിഗണിക്കണം, അവൻ്റെ ഞെരുക്കവും അവൻ്റെ സാമ്പത്തിക മികവും അതൊക്കെ എല്ലാം പരിഗണിച്ചിട്ട് കാളി പറയുന്ന ഒരു സംഖ്യ ഇതാണ്. ഇതിനാണ് മുത്അത്ത് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അവകാശപ്പെട്ടത് നമുക്ക് നേടിയെടുക്കണം, അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുകയും അവകാശമില്ലാത്തത് ആര് പറഞ്ഞാലും നമുക്ക് വേണ്ട എന്ന് പറയാൻ തൻ്റെ ഇടം കാണിക്കുകയും വേണം. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.